എടി നീ മെസ്സേജ് കണ്ടായിരുന്നോ? ആ ടൂറിന്റെ മെസ്സേജ് ഇല്ല, ഞാൻ കണ്ടായിരുന്നു. മറ്റേ ദരിദ്രവാസിക്ക് വരാൻ പറ്റില്ല തോന്നില്ലേ? കൂടി അങ്ങനെയൊന്നും പറയാതെടി, അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ. നീ നിനക്ക് കുറെ പൈസ ഉണ്ടെന്നും പറയും, നീ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. എപ്പോ വേണേലും നിന്റെയും കയ്യിലിരിക്കുന്ന പൈസ ഒക്കെ തീരാ. ഓ പിന്നെ ദരിദ്രവാസി ഫ്രണ്ട്സിന്റെ കൂടെ കൂടുന്നതൊന്നും എനിക്ക് താല്പര്യമില്ല, എന്റെ വീട്ടുകാർക്കും താല്പര്യമില്ല. ഓ വരുന്നുണ്ട് നാശം. എന്താണ് ഇവിടെ ഭയങ്കര ചർച്ചയാണല്ലോ, എന്താ? എടി വേറൊന്നുമല്ലായിരുന്നു, ഗ്രൂപ്പില് സാറ് മെസ്സേജ് ഇട്ടിട്ടില്ലായിരുന്നോ ട്രിപ്പിന് പോകുന്ന കാര്യം? അതാ പറഞ്ഞോണ്ടിരുന്നത്. നീ വരുന്നില്ലേ? നമുക്ക് പോകണ്ടേ? ആ നിങ്ങളുടെ കയ്യിൽ എവിടെ നടി ഫോണൊക്കെ? എടി നിങ്ങള് പൊക്കോടി, എന്റെ കയ്യിൽ എങ്ങനെയാ കാശൊന്നും ഇല്ലടി. പൊക്കോ. അല്ലേലും വരണോന്ന് നിർബന്ധമൊന്നുമില്ല, നിന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് എനിക്കില്ല എന്തായാലും. ഞാനെന്നാ പോട്ടെ, വീട്ടിൽ അന്വേഷിക്കുന്നുണ്ട്. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവള് വന്നില്ലേലും നിനക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ. അവള് വരണ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന അവളാണ്, അല്ലാതെ നീയല്ല. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അവക്കും കൂടെ ഉള്ള ഷെയർ ഞാനുണ്ട്, എന്നിട്ട് അവളെ ഞാൻ കൊണ്ടുവരും. ഒരു ട്രിപ്പിന്റെ കാര്യം വന്നപ്പോൾ എനിക്ക് നിന്റെ റിയൽ സ്വഭാവം എന്തായെന്ന് മനസ്സിലായിരുന്നു. ഇത്രയും നാളും എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പോവുക. എടി അവള് പറഞ്ഞതൊക്കെ നിനക്ക് വിഷമായെന്ന് എനിക്കറിയാടി. പക്ഷെ അവളെന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ അവളോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ നാളത്തെ ട്രിപ്പിന് നീ എന്തായാലും വേണം. നിനക്ക് വേണ്ടിയുള്ള ഫണ്ട് ഞാനിടും. വേണ്ടടി, നിങ്ങളൊക്കെ പോയിട്ട് വാ. ഇല്ലടി, നീ എന്റെ ഫ്രണ്ട് അല്ലേടി, അതുകൊണ്ടാ പറയുന്നത്. ഇല്ല, നീ ഇല്ലാതെ പോയിട്ട് ഞാൻ വാ. എങ്ങനെയാ പോകുന്നത്? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ, നീ ഹാപ്പി ആയിട്ടൊക്കെ പോയിട്ട് ഇല്ല, വാ. ഞാൻ പോവാണെങ്കിൽ അത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളു. നീ എന്റെ കൂടെ വന്നിരിക്കും. ഞാനത് അവളോട് പറഞ്ഞതാ. അവളോടുള്ള വാശിക്ക് എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ.